കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ 2 UDF പ്രവർത്തകർ കൂടി അറസ്റ്റിലായി. ലീഗ് പ്രാദേശിക നേതാവ് മുഹമ്മദ്, കോൺഗ്രസ് പ്രവർത്തകൻ സുബൈർ എന്നിവരാണ് പിടിയിലായത്. പേരാമ്പ്ര സംഘർഷത്തിനിടെ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന കേസിലാണ് അറസ്റ്റ്. 2 പേരെയും പിടികൂടിയത് പുലർച്ചെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, നേരത്തെ തന്നെ കോൺഗ്രസ് പോലീസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചതാണ് സ്ഫോടക വസ്തു എറിഞ്ഞു എന്നുള്ള ആരോപണത്തിൽ. ഇപ്പോൾ ഇതാ വീണ്ടും അറസ്റ്റ് നടന്നിരിക്കുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? ധന്യ, ആദ്യഘട്ടത്തിൽ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവർ രാത്രി ജാമ്യം കിട്ടിയതേ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് വീണ്ടും പോലീസ് വീടുകൾ കേന്ദ്രീകരിച്ച് റെയ്ഡുകൾ നടത്തുകയും 2 പേരെ കൂടി പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. പേരാമ്പ്രയ്ക്ക് സമീപമുള്ള ചെറുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകനായ സുബൈർ എന്നീ 2 പേരെയാണ് ഇന്ന് പുലർച്ചെ 4 മണിക്ക് പോലീസ് വീട് റെയ്ഡ് ചെയ്ത് പിടികൂടിയത്. ഇതോടുകൂടി ഈ ഒരു പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് പറഞ്ഞൊരു കേസ് പ്രത്യേകം എടുത്തിരുന്നു. അത് വളരെ വിവാദമായിരുന്നു. കോൺഗ്രസ് അത് തള്ളിയതാണ്. അതേസമയം തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് 12ാമത്തെ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്ഫോടക വസ്തു നിയമം ഉൾപ്പെടെ ചാർത്തിയതിനാൽ അവർക്ക് സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കുകയില്ല. കോടതിയിൽ റിമാൻഡ് ചെയ്യും. സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്നായിരിക്കും വീണ്ടും ജാമ്യം എടുക്കാൻ കഴിയുക. സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും മറ്റ് പോലീസ് നടപടികളും ഏറെക്കുറെ തണുത്തു വന്ന ഘട്ടത്തിലാണ് വീണ്ടും പോലീസ് നടപടിയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ UDF പ്രവർത്തകർക്ക് പ്രതിഷേധമുണ്ട്. ഒരുപക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്തായാലും പോലീസ് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടി തുടരുകയാണ്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ MLA മർദ്ദിച്ചത് സംബന്ധിച്ച് അദ്ദേഹം വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചെങ്കിൽ പോലും അതിലേതെങ്കിലും നടപടിയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്. ധന്യവാദം.